ഹായ് കൂട്ടുകാരെ, ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണ നമ്മൾക്ക് ഈ ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇതേവരെയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതേക്കുറിച്ചുള്ള ചർച്ചയാകാം. ഇതുപോലെയുള്ള കൗതുകകരവും രസകരവുമായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഒട്ടകത്തിൻ്റെ ശരീരഘടനയുടെ സവിശേഷതകൾ മൂലമാണ് അവയ്ക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം കഴിയാനാകുന്നത്. കൊടും വേനലിലും 6-7 ദിവസം തീരെ വെള്ളം കുടിക്കാതെ ജീവിക്കുവാനുള്ള കഴിവ് ഒട്ടകത്തിനുണ്ട്. പച്ച സസ്യാഹാരം ലഭ്യമാവുകയും അന്തരീക്ഷ താപനിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ ഇവയ്ക്ക് മാസങ്ങളോളം വെള്ളമില്ലാതെ കഴിയുവാൻ പറ്റും. മറ്റ് സസ്തനികൾ എന്ന പോലെ ഒട്ടകത്തിനും ശരീര താപനില നിയന്ത്രിക്കുന്നതിനും നിലനിൽപ്പിനും വെള്ളം അത്യാവശ്യമാണ്. ഒട്ടകത്തിൻ്റെ പ്രത്യേകത അത് ശരീരത്തിൽ നിന്നും വെള്ളം വൃഥാ ചെലവാക്കാതെ ജീവിക്കുന്നു എന്നതാണ്. ശരീര താപനില നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതിനായുള്ള ജലാവശ്യം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഒട്ടകത്തിൻ്റെ സൂത്രം. ഇതിന് സഹായകമായ ഒരു കാര്യം മറ്റു സസ്തനികളെ പോലെ ഒട്ടകത്തിൻ്റെ ശരീര താപനില സ്ഥിരമല്ല എന്നതാണ്. 34 മുതൽ 41 വരെ ഡിഗ്രി സെൽഷ്യസ് ആവാം ഒട്ടകത്തിൻ്റെ ശരീര താപനില. ഇത് പുറത്തെ ചൂടിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഒട്ടകം വിയർക്കുകയില്ല. സൂര്യതാപത്തിൻ്റെ ആഘാതത്തെ സമൃദ്ധമായ രോമങ്ങൾ ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു. വെള്ളം നഷ്ടപ്പെടുന്നത് സഹിക്കുവാനുള്ള ഒട്ടകത്തിൻ്റെ കഴിവാണ് മറ്റൊരു പ്രത്യേകത. സസ്തനികളിൽ മറ്റുള്ളവയെല്ലാം തന്നെ 20% വെള്ളം നഷ്ടപ്പെട്ടാൽ ചത്തുപോകും. എന്നാൽ ഒട്ടകം 40% വെള്ളം നഷ്ടപ്പെട്ടാലും ചാവുകയില്ല. അവയുടെ ചുമന്ന രക്താണുക്കളുടെ പ്രത്യേകതയാണിത്. ജലനഷ്ടം കുറയ്ക്കാൻ ഒട്ടകത്തിന് ഇനിയും അടവുകളുണ്ട്. മൂക്കിനകത്തുള്ള കടലാസ് ചുരുൾ പോലുള്ള ശ്ലേഷ്മപടലം ഉച്ഛ്വാസവായുവിലൂടെ ജലാംശം നഷ്ടപ്പെടുത്തുന്നത് തടയുന്നു. മനുഷ്യനാസികളിലെ ഈ ഭാഗത്തിൻ്റെ പ്രതല വിസ്തീർണം വെറും 12 ചതുരശ്ര സെൻറ്റിമീറ്ററാണെങ്കിൽ ഒട്ടകത്തിൻ്റേത് ഏകദേശം 1000 ചതുരശ്ര സെൻറ്റിമീറ്റർ വരും. നീരാവി കലർന്ന ഉച്ഛ്വാസവായുവിലെ നീരാവിയും ചൂടും ഈ പടലം വലിച്ചെടുക്കുന്നതിനാൽ ശരീര താപനിലയേക്കാൾ 18 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയിൽ പോലും ഉച്ഛ്വാസവായുവിൻ്റെ ചൂട് നിലനിർത്താൻ അവയ്ക്ക് കഴിയുന്നു. അയവിറക്കുന്ന മറ്റു ജന്തുക്കളെപ്പോലെ ഒട്ടകത്തിൻ്റെ ആദ്യത്തെ ആമാശയ അറയാണ് റൂമെനിൻ. ഭക്ഷണവുമായി കലർന്ന് ധാരാളം വെള്ളവും കാണാം. എങ്കിലും വെള്ളം സൂക്ഷിക്കുവാനുള്ള പ്രത്യേക സംവിധാനമല്ല റൂമൻ. മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്കിണങ്ങിയ അടവുകൾ 18 പഠിച്ച വീരനാണ് ഒട്ടകം. അല്ലാതെ പഴങ്കഥകളിൽ പറയുന്ന പോലെ വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പ്രത്യേക അറകളോ പുഞ്ഞയ്ക്കകത്ത് വെള്ളമോ ഒന്നും ഉള്ളതുകൊണ്ടല്ല ഒട്ടകങ്ങൾക്ക് ഏറെ നാൾ വെള്ളമില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ കമൻറ്റിലൂടെ അറിയിക്കണം. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായി എത്തും വരെ നന്ദി.